കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിൽ നാട്ടുകാരും കച്ചവടക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. പ്രദേശം രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങൾ താവളമാക്കുന്നു എന്ന ആരോപണവും തുടർ തർക്കങ്ങളും ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, കുറച്ച് ദിവസങ്ങളായി ഈ ഒരു തർക്കം നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ആ തർക്കം പരിഹരിക്കാനുള്ള ഒരു സർവകക്ഷി യോഗം ചേരുമെന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശത്ത് കുറേ നാളുകളായി ഈ പ്രശ്നമുണ്ട്. നാട്ടുകാരും കച്ചവടക്കാരും തമ്മിൽ 4 ദിവസമായി അത് അതിരൂക്ഷമായി മാറി, പലത് സംഘർഷത്തിലേക്ക് മാറി എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ രാത്രിയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സ്ഥലത്ത് നാട്ടുകാരുടെയും ഒപ്പം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും നടന്നത്. അതിന് തൊട്ട് തലേ ദിവസം പ്രദേശത്ത് 10:30 കടകൾ അടപ്പിക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം അത് വലിയ രീതിയിൽ സംഘർഷത്തിൽ കലാശിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അതിലൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകരും പരിക്കേറ്റിരുന്നു. തുടർന്നാണ് ഡിവൈഎഫ്ഐയും വലിയ രീതിയിലുള്ള പ്രതിഷേധമായി ഇന്നലെ ഇറങ്ങിയത്. ഇന്നേതായാലും മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം ചേരുന്നത്. നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധ രംഗത്തുള്ളത്. അതിൻ്റെ പ്രതിനിധികൾ, കച്ചവടക്കാരുടെ പ്രതിനിധികളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. 11 മണിക്കാണ് യോഗം ചേരുക. അടിയന്തരമായി ഇതിനൊരു പരിഹാരം വേണ്ടുന്ന വിഷയം കൂടിയാണ്. നഗരത്തിൽ തന്നെയുള്ള പ്രദേശമാണ്. രാഹുൽ, ഒരു അടിയന്തര പരിഹാരം ഇക്കാര്യത്തിൽ കാണേണ്ടതുണ്ട്. കാരണം ഈ പ്രദേശം ലഹരി സംഘങ്ങളുടെ ഒരു ഏരിയ കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ തർക്കം ഉന്നയിക്കുന്ന ആളുകൾ, നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അത്. അപ്പം അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ തർക്കങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ജയലക്ഷ്മി, അത് തന്നെയാണ്. ഈ 10:30 ശേഷവും കടകൾ, രാത്രി പുലർച്ചെയുമൊക്കെ കടകൾ തുറന്നു വെക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ, ഒപ്പം തന്നെ ഈ കടകൾ നടത്തുന്നവരിൽ ചിലർ ലഹരി എത്തിച്ചു നൽകുന്നു എന്ന പരാതി കൂടിയാണ് നാട്ടുകാർക്കുള്ളത്. നേരത്തെ ഇവിടെ ഈ പ്രദേശത്ത് നിന്ന് MDMA പിടികൂടിയിട്ടുണ്ടായിരുന്നു പോലീസ്. അപ്പോൾ ഈ അത്തരം MDMA അടക്കമുള്ള രാസലഹരികളും മറ്റു ലഹരികളുമൊക്കെ കടകൾ നടത്തുന്നവരിൽ ചിലർ കൂടി എത്തിച്ചു നൽകുന്നു എന്ന പരാതി നാട്ടുകാർക്കുണ്ട്. അപ്പം ഈ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവമാണ്. രാത്രി റോഡിന് കുറുകെ വാഹനം നിർത്തിവെച്ച് പിറന്നാൾ ആഘോഷിച്ച് കേക്ക് മുറിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന അടുത്തുള്ള ബൈപ്പാസ് കൂടിയാണ്. അങ്ങനെ രാത്രിയിൽ ആളുകൾ കൂടുതലായി ഒത്തുചേർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തുന്നുവെന്ന, ഈ ലഹരി എന്നതിനപ്പുറം ഗതാഗതം തടസ്സപ്പെടുത്തുന്നു എന്ന പരാതി കൂടി നാട്ടുകാർക്കുണ്ട്. ഇതൊക്കെ വളരെ ആക്റ്റീവായ ഒരു ചർച്ച നടന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ പറയുന്നത്. രാത്രി 10:30 കടകൾ അടയ്ക്കാൻ കഴിയില്ല, പോലീസ് ഇടപെട്ടുകൊട്ടെ. നാട്ടുകാർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ കച്ചവടക്കാർ തയ്യാറാണ്. പോലീസ് തീർച്ചയായിട്ടും ഈ ഒരു ഏറെ നാളായി നിൽക്കുന്ന ഈ ഒരു തർക്കത്തിൽ ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈ പ്രദേശത്തെ പറ്റി ലഹരി സംഘങ്ങൾ താവളമാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയിൽ പരിഹാരം കാണട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.